എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു കറിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളൊരു ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇതിൽ കുറച്ചധികം ഓയിൽ വേണം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, മുഴുവനുള്ള ഉലുവ വറക്കാത്തതാണ്, ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. പിന്നെ ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില, പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിയൊന്നും വേണ്ട, മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ചേർക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റി എടുക്കണം. ഉലുവ മുഴുവനേ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ തക്കാളി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ കറ കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വഴുതനങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെള്ളത്തിലൊരു 10 മിനിറ്റ് ഇട്ടിട്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറിൽ അതിൽ നിന്നുള്ള കറ ഇറങ്ങി വരും. അപ്പോൾ അത് കളഞ്ഞിട്ടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വളരെ കുറച്ചാണ് ചേർത്തിരുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതൊരു പുളിങ്കറിയാണ്, അപ്പോൾ കൂടുതലായിട്ട് പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മളിവിടെ നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഇതിലേക്ക് ചേർക്കാം. പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കറിയുടെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. ചൂടുവെള്ളം തന്നെ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. അതുപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ട് കറി വെക്കുന്ന കാരണം നോൺ സ്റ്റിക്കും അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഒന്നും പാത്രം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചട്ടി അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ കറിയിൽ ഇപ്പോൾ പുളി എരിവ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണം. നമ്മളിവിടെ കുറച്ച് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അത് ആവശ്യാനുസരണം ചേർക്കുക. അതിനുശേഷം ടേസ്റ്റ് നോക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കുക. ആ ഒരു ടേസ്റ്റൊക്കെ ബാലൻസ് ആയൊന്ന് നോക്കുക. കറി ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിന് ഇത് മാത്രം മതി കഴിക്കാനായിട്ട്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീനൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്